ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങാക്കറിയാണ്. ആദ്യമായിട്ട് ചക്കക്കുരു തൊലി കളഞ്ഞ് അരിഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്തത് ഒരു കുക്കറിലേക്ക് ഇടുക. അത് വേകാൻ ആവശ്യമായ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്കത് അടുപ്പിൽ വയ്ക്കാം. സാധാരണ ചക്കക്കുരു 4 വിസിലാണ്. ഈ ചക്കക്കുരു വേകാൻ 4 വിസിൽ അടിച്ചു. നമുക്ക് 3 വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫാക്കി വെന്തോ ഇല്ലയോ എന്ന് നോക്കി വെച്ച് വേണമെങ്കിൽ ഒരു വിസിലും കൂടെ അടുപ്പിച്ചാൽ മതി. ചക്കക്കുരു വേഗം മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഒരു മുറി തേങ്ങ, ഉള്ളി, കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ചക്കക്കുരുവിന് കടുകിടാൻ ആവശ്യമായ ഉള്ളി, ചതച്ച വെളുത്തുള്ളി, കറിവേപ്പില ഇത് നമുക്കിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വെന്ത ചക്കക്കുരു നമുക്കൊരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റി അത് അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ, നമ്മുടെ പുളി അനുസരിച്ച് മാങ്ങ ഇട്ട ഇത് 2 ചെറിയ കഷ്ണം മാങ്ങ ചെറുതായി അരിഞ്ഞ് അതിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. അതിനുശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് നന്നായി ഇളക്കി ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പും ഒഴിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം തിളച്ച് വെന്ത ചക്കക്കുരു മാറ്റി വയ്ക്കുക. അതിലേക്ക് കടുകിടാനായിട്ട് നമ്മൾ അടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയും ഒരു 1/4 സ്പൂൺ ഉലുവയും 1/2 സ്പൂൺ കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ചതച്ച വെളുത്തുള്ളി ഇട്ട് നന്നായി മൂപ്പിക്കുക. ഇത് ശരിക്കും ഒരു ബ്രൗൺ കളർ ആകുന്നോടം വരെ മൂപ്പിക്കണം. ഇത് മൂത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് നമുക്ക് ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചെറുതായിട്ട് നുറുക്കിയ വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്നുകൂടെ മൂപ്പിക്കുക. ഇത് മൂത്തതിന് ശേഷം നമുക്ക് അത് ചക്കക്കുരുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരുവിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായ ചക്കക്കുരു മാങ്ങാക്കറി റെഡിയായിട്ടുണ്ട്.